മുമ്പേ ഞാൻ വാങ്ങിച്ച ഒരു പ്ലെയിൻ കുർത്തിയാണ് കേട്ടോ ഇത്. 250 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്ലെയിൻ കുർത്തിയുടെ ഫ്രണ്ടിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, കുറച്ച് മിറർ വർക്കൊക്കെ കാണാനുണ്ട്. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റിങ് വർക്ക് കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു കുർത്ത കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാൻ കഴിയുമെന്നാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഫ്ലോറൽ വർക്കാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈന് കൊടുക്കണം. അപ്പോൾ നമുക്ക് പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് വർക്കാണ് വേണ്ടത് അത് നമുക്കിതിൻ്റെ മുകളിൽ വരച്ചെടുക്കാം. ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഹെവി ആയിട്ടുള്ളൊരു വർക്കൊന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം കളർ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഏകദേശം ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് അത്ര കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവില്ല. വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് ഇപ്പം ഞാൻ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഫ്ലവറും അതിൻ്റെ കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു പ്രിൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് കളർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളറൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫ്ലഷ് ടിൻറ്റ് കളറും അതുപോലെ ഒരു ക്രിംസൺ എന്ന് പറഞ്ഞൊരു കളറുമാണ്. ആ രണ്ട് ഷെയ്ഡാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലഷ് ടിൻറ്റിൻ്റെ കൂടെ കുറച്ച് മാത്രം ആ ഒരു റെഡ് പോലെ കാണുന്ന ആ ഒരു കളറാണ് മിക്സ് ചെയ്തിട്ട് ക്രിംസൺ എന്നാണ് ആ ഷെയ്ഡിന് പറയുന്നത്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ ഫ്ലവറിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലീഫിന് അപ്ലൈ ചെയ്യാം. ലീഫിന് നമ്മൾ നോർമൽ ഗ്രീൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ഡാർക്കാണ് ഗ്രീൻ. അപ്പോൾ ഇതിൽ കാണുന്ന സമയത്ത് ഇത്തിരി ബ്ലാക്ക് പോലെ തോന്നിക്കും. അപ്പോൾ ഫ്ലവറും ലീഫും എല്ലാം ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് അതിൻ്റെ ജോയിൻ ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലീഫ് ഫില്ല് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. അതിൻ്റെ സ്റ്റെമ്മ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രിംസൺ, നേരത്തെ നമ്മൾ ഫസ്റ്റിലെടുത്ത ആ ഒരു ക്രിംസൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ആ ഒരു ഡാർക്ക് റെഡ് പോലെ കണ്ടില്ലേ, ആ ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് നമ്മളതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലവറിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട്, അതായത് ആ ഒരു ക്രിംസൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ആ ഫ്ലവേഴ്സിൻ്റെ എൻഡിലൂടെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും എൻഡിൽ കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഫ്ലവർ ശരിക്കും ഇങ്ങനെ എടുത്ത് നിൽക്കുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഈ വീഡിയോയിൽ ഇല്ല. അതായത് ആ ഒരു ക്രിംസൺ ഷെയ്ഡ് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു ഫ്ലഷ് ടിൻറ്റിൻ്റെ കളറ് താഴെ നിന്ന് മുകളിലോട്ടേക്കായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഉള്ളിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു മിറർ വർക്കിൻ്റെ ആ ഒരു പോർഷനിലും കൂടെ നമ്മൾ പുറത്ത് ചെയ്ത സെയിം കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടിനും കൂടെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു ക്രിംസണും അതുപോലെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഗ്രീൻ കളറുമാണ് ഉള്ളിൽ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞപ്പോൾ നെക്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും സെയിം ഡിസൈന് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ നമ്മുടെ കുർത്തിയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലൊന്ന് പേപ്പർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് സ്ലീവിന് ചെയ്ത് കൊടുത്തത്. പിന്നെ കുർത്തിയുടെ എൻഡിൽ താഴെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമായിരുന്നു, അവിടെ ചെയ്തിട്ടില്ല. നെക്കിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും മാത്രമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുകൂടിയായാലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.